എപ്പോഴും ഇങ്ങനെ തോട്ടിക്കൊണ്ട് കൊടുക്കണോ? ഇത് ഞാൻ വെറുതെ തോണ്ടല്ല, തടി കുറയ്ക്കാണ്. ശരിയാണ്. അങ്ങനെ തോണ്ടുമ്പോ വരലിന്റെ വണ്ണം കുറയും. വിരലിന്റെ തടി കുറയോ? തടി കുറയണെങ്കിലേ ഫോണിൽ തോണ്ടിയിട്ട് കാര്യമില്ല. നല്ല ആയാസം വേണം പണിയെടുത്തിട്ട്. ഏത് സമയത്ത് ചുണ്ണാമ്പ് തേക്കുമ്പോൾ ഇങ്ങനെ തോണ്ടിയാൽ എങ്ങനെയാണ് തടി കുറയോ? അച്ഛമ്മ എപ്പോഴും പറയും, ഫോൺ എടുത്തു കഴിഞ്ഞാൽ അപ്പൊ അച്ഛമ്മ പറയും വെറ്റിലേല് ചുണ്ണാമ്പ് തേക്കണ പോലെയാണ്. അങ്ങനെ തോണ്ടിയാൽ കുറയുന്ന തല സുഖം. അത് ഫോണിൽ തോണ്ടിയാൽ മാത്രം തടി കുറയില്ല. എങ്ങനെയാന്ന് അറിയണ്ടേ? പറഞ്ഞുതരാം. ഡെലിവറി കഴിഞ്ഞ 1.5 കൊല്ലമെങ്കിലും എന്റെ വയറ് ഇപ്പോഴും 5ാം മാസത്തിൽ സ്റ്റക്കാണെന്നാ തോന്നണേ. വന്ന് ഡ്രസ്സിന്റെ സൈസൊക്കെ ലാർജ് XXL ആയപ്പോഴാണ് കേട്ടോ ഇനി ഇതിങ്ങനെ വിട്ടാ പറ്റില്ലാന്ന് തോന്നിയത്. നമുക്ക് ഇതൊക്കെ ഒന്ന് ശരിയാക്കി എടുക്കണ്ടേ? ഒന്ന് ചുറ്റോറൊന്ന് പാനോളം ഉണ്ടോ വീടിന് ചുറ്റുമോ? വീടിന് ചുറ്റും ശരീരം ഒന്ന് ഇളക്കി ഓടി തടി ഒന്ന് കുറയ്ക്കാൻ മുത്തശ്ശി എന്നെ ഒരുപാട് ഉപദേശിച്ചെങ്കിലും എന്റെ മടി അതിനൊക്കെ ഒരുപാട് മുകളിലായിരുന്നു കേട്ടോ. അപ്പോഴാണ് ഞാൻ ആലോചിച്ചത് എന്തുകൊണ്ട് നമുക്കൊരു പേഴ്സണൽ ട്രെയിനറെ ഹയർ ചെയ്തുവിടാന്ന്. പിന്നെ ഒരുപാട് ആലോചിച്ച് മനസ്സ് മാറുന്നതിന് മുമ്പ് തന്നെ ഞാൻ പെട്ടെന്ന് ഫിറ്റ് കപ്പിളിൽ ജോയിൻ ചെയ്തു കേട്ടോ. ദേ ഈ കാണുന്നതാണ് കേട്ടോ അവരുടെ ആപ്പ്. ഇതിൽ നമ്മൾ ഓരോ ദിവസം എന്തൊക്കെ വർക്ക്ഔട്ടാ ചെയ്യേണ്ടതെന്ന് വീഡിയോസ് സഹിതം തന്നിട്ടുണ്ട് കേട്ടോ. വീഡിയോസ് മാത്രമല്ല, നമ്മൾ വർക്ക്ഔട്ടിൽ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പേഴ്സണൽ ട്രെയിനറും കൂടെ ഉണ്ട്. വർക്ക്ഔട്ടിൽ സഹായിക്കാന്ന് മാത്രമല്ല നമ്മുടെ നല്ല രീതിയിൽ മോട്ടിവേറ്റ് ചെയ്ത് തരും. എന്നെ പോലെ ഫിറ്റ്നസ് ജേർണി സ്റ്റാർട്ട് ചെയ്യാൻ മടി പിടിച്ചിരിക്കുന്ന ആൾക്കാർക്ക് ദേ ഇതുപോലെ ഒരാൾ അത്യാവശ്യമാണ്. ഇപ്പൊ എന്റെ മടിയൊക്കെ ഏറെക്കുറെ മാറി ഈ പുതിയ ലൈഫ് സ്റ്റൈൽ ഞാൻ എൻജോയ് ചെയ്യാൻ തുടങ്ങിയിരിക്കും. വർക്ക്ഔട്ട് പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യമാണ് നമ്മൾ ഹെൽത്തി ആയിട്ട് ഫുഡ് കഴിക്കാന്നുള്ളത്. വർക്ക്ഔട്ട് കഴിഞ്ഞാൽ എന്ന് ഞാൻ നേരെ പോകുന്നത് നമ്മൾ ടെറസ് ഗാർഡനിലേക്കാണ് കേട്ടോ. പച്ചമുളക് തൊട്ട് കോളിഫ്ലവർ വരെ നമ്മുടെ ടെറസിൽ കൃഷി ചെയ്യുന്ന കാരണം നല്ല വിഷം അടിക്കാത്ത ഫ്രഷ് പച്ചക്കറി നമുക്ക് കിട്ടും. ഇനി ഡയറ്റിന്റെ ഭാഗമായിട്ട് ഓരോ ദിവസം എന്ത് കഴിക്കുന്നുള്ള കൺഫ്യൂഷനും വേണ്ട. ഫിറ്റ് ട്രീറ്റിന്റെ ആപ്പിൽ തന്നെ നമുക്ക് കസ്റ്റമൈസ് ചെയ്ത മീൽ പ്ലാനും അതിന്റെ റെസിപ്പീസും തന്നിട്ടുണ്ട്. കൂടെ നമ്മളെ ഗൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പേഴ്സണൽ ഡയറ്റീഷ്യനും ഉണ്ടായിരിക്കും. ഇവിടെ നമുക്ക് ഇഷ്ടമുള്ളതെല്ലാം കഴിക്കാം, പക്ഷെ ഒരു പോർഷൻ കൺട്രോൾ ഉണ്ടായാൽ മതി എന്ന് മാത്രം. ഒരു 2 ആഴ്ച മുമ്പ് വരെ കണ്ടതെല്ലാം വാരി വലിച്ച് കഴിക്കുന്ന ഒരാളായിരുന്നു ഞാൻ. ഇപ്പൊ നമ്മൾ ഓരോ നേരം എന്ത് കഴിക്കുന്നു, എത്ര കാലറി അകത്തെത്തുന്നു എന്നെല്ലാം നമുക്ക് ഈ ആപ്പ് വഴി ട്രാക്ക് ചെയ്യാം. വർക്ക്ഔട്ടിന്റെ ഡയറ്റിന്റെ കാര്യം മാത്രമല്ല, നമ്മളൊരു ദിവസം വേണ്ട എത്ര വെള്ളം കുടിച്ചോന്നും എത്ര സ്റ്റെപ്സ് എടുത്തു എന്നുള്ളതെല്ലാം ആപ്പ് ട്രാക്ക് ചെയ്ത് ദേ ഈ കാണുന്ന പോലെ ലീഡർ ബോർഡിന്റെ അടിയിൽ റാങ്ക് വൈസ് നമുക്ക് കാണിച്ചു തരും. ഇപ്പൊ അത്യാവശ്യത്തിന് മോട്ടിവേഷൻ ആയില്ലേ? പിന്നെ ഈ ആപ്പിൽ എനിക്ക് യൂണീക്ക് ആയിട്ട് തോന്നിയ ഒരു കാര്യമാണ് ഈ PCOD സിംറ്റംസ് ട്രാക്കർ. ഇതിൽ നമുക്ക് സിംറ്റംസ് ട്രാക്ക് ചെയ്യാനും ഇംപ്രൂവ്മെന്റ് അറിയാൻ കഴിയും കേട്ടോ. കഴിഞ്ഞ വർഷം തീരും മുമ്പ് ഞാൻ എടുത്ത ബെസ്റ്റ് ഡിസിഷൻസിൽ ഒന്നായിരുന്നു കേട്ടോ ഫിറ്റ് ട്രീറ്റ് കപ്പിളിൽ ജോയിൻ ചെയ്യാന്നുള്ളത്. ഈ കാണുന്നവരെല്ലാരും ഫിറ്റ് ട്രീറ്റ് വഴി ബോഡി ട്രാൻസ്ഫോർമേഷൻ നടത്തിയ ആൾക്കാരാണ് കേട്ടോ. നാളെ എന്നെ ഇങ്ങനെ പ്രതീക്ഷിക്കാല്ലോ. തടി കുറയോ? നമുക്ക് നോക്കിയാലോ? ഈ തടി കുറച്ചിരുന്ന ആൾക്കാരുടെ പേരെന്താന്നറിയോ? അറിയില്ല. ഫിറ്റ് ട്രീറ്റ് കപ്പിൾ. അങ്ങനെ ആയിക്കോട്ടെ. കപ്പിൾ. കപ്പിൾ ഉറക്കം പറയും. കപ്പലല്ല, കപ്പിൾ. കപ്പൽ കപ്പലല്ല.